പോവാം. അപ്പൊ നമുക്ക് അവിടെ കുറെ അക്ഷരങ്ങൾ കാണുന്നുണ്ട് അല്ലെ? കുറെ അക്ഷരങ്ങളല്ല, നമ്മുടെ അക്ഷരങ്ങൾ മുഴുവനും നമുക്ക് എവിടെ കാണാം? ഇപ്പൊ കാണുന്ന സ്ലൈഡിലുള്ളത് ലിസാനിലുള്ള 18 അക്ഷരങ്ങളും 10 പോയിന്റുകളും 4 ഭാഗങ്ങളുമാണ്. ലിസാനിന്റെ 4 ഭാഗങ്ങളിൽ ഒന്നാണ് അഖ്സൽ ലിസാൻ. അവിടെ 2 പോയിന്റിൽ നിന്ന് ഖാഫും കാഫും വരുന്നു. അങ്ങേ അറ്റത്ത് നിന്ന് ഖാഫ്, അല്പം താഴെ നിന്ന് കാഫ്. പിന്നെ നാവിന്റെ മധ്യഭാഗത്ത് നിന്ന് ഒരു ഭാഗത്ത് നിന്ന് തന്നെ ആയിട്ട് ജീമ്, ഷീന്, ദീർഘത്തിൻ്റെതല്ലാത്ത യാവ് വരുന്നു. പിന്നീട് അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇന്ന് പറയാൻ പോകുന്ന ഭാഗം ഇൻഷാ അല്ലാഹ് ദാദ്, ലാമ് എന്നീ അക്ഷരങ്ങളുടെ ഉത്ഭവസ്ഥാനം എവിടെയാണെന്ന് നോക്കാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് നോക്കൂ. അവിടെ ഹംസ മുതൽ യാ വരെയുള്ള അക്ഷരങ്ങളിൽ ഹംസ നമ്മൾ പറഞ്ഞതാണ് ഹൽക്കിന്റെ അക്ഷരമാണ്. ഹ ഹൽക്കിന്റെയാണ്. ഹ ഹൽക്കാണ്. ഐൻ ഹൽക്കിന്റെയാണ്. ഗൈൻ ഓൾസോ ഹൽക്കാണ്. ഹ 6 അക്ഷരങ്ങൾ. ഹുറൂഫുൽ ഹൽഖ് സിത്തത്തുൻ ഹംസുൻ വഹ ഐനുൻ വഹ ഗൈനുൻ വഹ. ഓക്കെ. പിന്നീട് കാണുന്നത് ജീം വസത്തുൽ ലിസാനാണ്. ഷീൻ സൈൻ വസത്തുൽ ലിസാൻ. യാ ദീർഘത്തിൻ്റെതല്ലാത്ത യാ, അതും വസത്തുൽ ലിസാനാണ്. ഓക്കെ, ഇത്രയും അക്ഷരങ്ങളാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. ഇനി ഇൻഷാ അല്ലാഹ് ഇന്ന് നമ്മൾ 2 ലെറ്ററുകൾ കൂടെ പരിചയപ്പെടുന്നു. ദാദ്, ലാം. ഇതില് ഓക്കെ, അതിനു മുമ്പ് കാഫ് പറഞ്ഞിരുന്നു അല്ലെ? കാഫും ഖാഫും പഠിച്ചിരുന്നു. ഖാഫും ലാമും വരുന്നത് ഖാഫും കാഫും വരുന്നത് അഖ്സൽ ലിസാനിലെ 2 പോയിന്റ് എന്നാണ്. അങ്ങേ അറ്റത്ത് നിന്ന് ഖാഫ്, അതിന് അല്പം താഴെ നിന്ന് കാഫ്. ശരി, ഇനി നമ്മൾ ഇൻഷാ അല്ലാഹ് ദാദ്, ലാം അക്ഷരങ്ങൾ പഠിക്കുന്നു. ഈ സൂറത്തുൻ നസ്ർ നോക്കൂ. ഇതിൽ മാർക്ക് ചെയ്ത ഭാഗത്ത് ഹംസ ആദ്യ അക്ഷരം തന്നെ ഈ എന്ന് നമ്മൾ പഠിച്ച മഖ്റജ് പ്രകാരമാണെന്ന് ഉറപ്പുവരുത്തണം. സ്വാഭാവികമായും തുടക്കത്തിലായതുകൊണ്ട് അത് അങ്ങനെ തന്നെ വരും. എന്നിടത്ത് ഹംസ പറയുമ്പോൾ ചിലരൊക്കെ ജാ എന്ന് പറയാറുണ്ട്. എന്ന് പറയും. അങ്ങനെ വരാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മള് മഖ്റജാണ് ഇപ്പോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനമായ ഒരു ചിന്ത, മഖാരിജിലെ ഹുറൂഫ് മുഴുവനും പഠിച്ചു കഴിഞ്ഞാലും അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് വരുന്നില്ലെങ്കിൽ അതിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ചാല്, പിന്നെ നമ്മള് മഖ്റജ് ഏതാന്ന് പഠിച്ചിട്ടേ ഉള്ളൂ, മൊഴിയുന്ന അക്ഷരങ്ങൾ മഖ്റജിൽ നിന്ന് തന്നെയോ എന്ന് പരിശോധിച്ചിട്ടില്ല. അതുകൊണ്ടാണ് അങ്ങനെ പരിശോധിക്കുക. അതിനുള്ള പരിഹാരം എന്താന്ന് വെച്ചാൽ നമ്മളത് പരിശോധിക്കുക, മറ്റൊരാളെ കേൾപ്പിക്കുക, ചൊല്ലി നോക്കുമ്പോൾ കറക്റ്റ് ചൊല്ലുമ്പോൾ തന്നെ വായിക്കുമ്പോൾ നല്ലതാ, ഇന്ന അക്ഷരമാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്, ഇന്ന അക്ഷരമാണ് അടുത്തത്, അപ്പൊ അത് ഇന്ന സ്ഥലത്തുനിന്ന് വരേണ്ടതാണ്, അതിന്റെ ശബ്ദം ഇങ്ങനെയാണ് എന്ന് കൃത്യമായി നമുക്ക് തന്നെ ഒരു പ്രീ പ്ലാനിങ് ഉണ്ടായിരിക്കണം. ഇപ്പൊ ഹംസ ഇവിടെ വരുന്നത് ഫസ്റ്റ് ലെറ്റർ ഹംസയാണ്. ഹംസ കെസ്ര, അലിഫ് ഹംസ കെസ്ര ഇ. അതേപോലെ ജാ എന്നിടത്ത് ഹംസയുണ്ട്. പിന്നെ അങ്ങ് പോയിട്ട് റഅയ്ത, അവിടെ ഹംസയുണ്ട്. പിന്നെ അവിടുന്നും പോയിട്ട് അഫ്വാജ, ഹംസയുണ്ട്. പിന്നെ ഇന്നഹു, അവിടെയും ഹംസയുണ്ട്. ഇതില് ഈ 4 സ്ഥലങ്ങളിലും പലപ്പോഴും ചിലത് കറക്റ്റ് ആവും. ഇപ്പൊ ഉദാഹരണത്തിന് ഇദാ എന്നത് റെഡിയാവും, ഇന്നഹു എന്നിടത്ത് റെഡിയാവും, അവിടെ നിർത്തിയിട്ടാണ് ഓതുന്നതെങ്കിൽ റെഡിയാവും. പക്ഷെ മറ്റു പല സ്ഥലങ്ങളില് ഞാൻ പറയാം, ഇദാ ജാ നസ്റുല്ലാഹി എന്ന് ചിലർ പറയും.
ജാ പോരാ, ജ ഇദ ജ അവിടെയൊക്കെ ആ ഇ കറക്റ്റ് ആയിരിക്കണം. രണ്ടാമത് വറായിത്ത എന്ന് പറയും ചിലര്. വറായിത്ത, റായിത്ത എന്ന് പറയുമ്പോൾ ഹംസ ഹൽക്കിൽ വന്നില്ല. വറായിത്ത വറായിത്ത. മറ്റേത് റായിത്ത എന്ന് പറയുമ്പോൾ നമ്മളെ ജൗഫിൽ നിന്ന് ശബ്ദം വരൂല, പക്ഷെ ജൗഫിൽ എവിടെയോ ഒരു എന്തോ ഒന്ന് ക്രിയേറ്റ് ചെയ്യാണ്. അതിനെന്താന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല. വറായിത്ത എന്ന് പറയാണ്, അത് പറ്റില്ല. വറായിത്ത വറായിത്ത എന്ന് തന്നെ പറയാം. അതേപോലെ ഫീ ദീനില്ലാഹി അഫ്വാജ എന്നല്ല, ഫീ ദീനില്ലാഹി അഫ്വാജ എന്നത് വേറെ തന്നെ വരട്ടെ. വസ്തഗ്ഫിർഹു ഇന്നഹു അങ്ങനെ. ഓക്കെ, ഹംസ. ഇനി ജീമ് വന്നു. ജീമ് പിന്നെ നമുക്ക് കറക്റ്റ് കിട്ടുന്ന ഒരു അക്ഷരമാണ്. അഫ്വാജ എന്നിടത്ത് ജീമുണ്ട്, ജാ എന്നിടത്ത് ജീമുണ്ട്, രണ്ട് സ്ഥലത്തും അതങ്ങനെ കിട്ടും. പിന്നെ വരുന്നത് നമ്മൾ പഠിച്ച ഹ ആണ്. അപ്പൊ ഫത്ഹ് എന്നിടത്ത് ഫത്ഹു എന്ന് നിർത്തുന്ന സമയത്ത് താനോ ഹാനോ സുക്കൂൻ വരുന്നു. അപ്പൊ ഹ തീരെ കേൾക്കാതെ പോകരുത്, എന്നാൽ ഹാല് അമർത്തി പറയേണ്ടതില്ല. വൽ ഫത്ഹ്, ഫത്ഹ് ഒരു ആയിരിക്കണം. അതേപോലെ തന്നെ ഫസബ്ബിഹ്, അവിടെ പെർഫെക്റ്റ് ആയിട്ട് ഹ വരണം. ഹംദി അവിടെയും കറക്റ്റ് ആയിരിക്കണം. ഫസബ്ബിഹ് ബിഹംദി, ഫസബ്ബിഹ് ബിഹംദി. പിന്നെ ഖാ വരുന്നുണ്ട്. യദ്ഖുലൂന, യദ്ഖുലൂന എന്നാ ചിലർ പറയാം. യദ്ഖുലൂന, യദ്ഹു പോരാ, യദ്ഖു യദ്ഖു യദ്ഖുലൂന എന്ന് തന്നെ പറയണം. പിന്നെ അതേപോലെ വരുന്ന മറ്റ് അക്ഷരങ്ങളാണ് കാഫ്. കാഫ് അവിടെ വന്നിട്ടുണ്ട്. അതുപോലെ ഹാ വന്നിട്ടുണ്ട്. ഇന്നഹു വസ്തഗ്ഫിർഹു, ഇവിടെയൊക്കെ ഹാ വന്നിട്ടുണ്ട്. അതേപോലെ അല്ലാഹി അല്ലെ, ഫീ ദീനില്ലാഹി നസ്റുല്ലാഹി, അവിടെയൊക്കെ ഹ വന്നിട്ടുണ്ട്. റബ്ബിക, റബ്ബിക കാഫ് വന്നിട്ടുണ്ട്. അപ്പൊ ഇതൊക്കെ മഖ്റജിൽ നിന്ന് തന്നെ വന്നിട്ടുണ്ട് എന്ന് നമ്മൾ സ്വയം പ്രീപ്ലാൻ ഉറപ്പുവരുത്തുക, മറ്റൊരാള് കേട്ട് ഉറപ്പുവരുത്താൻ അവസരം ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അത് സൂചിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു എന്നേ ഉള്ളൂ. നമുക്ക് നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകാം. ഒരു ആയത്ത് കാണുമ്പോൾ എത്ര അക്ഷരങ്ങൾ ഞാൻ പഠിച്ചതാണ് എന്ന് ഓർമ്മയിൽ വരാനാണ് ഇപ്പൊ സൂചിപ്പിച്ചത്. നെക്സ്റ്റ് ആയത്ത് നോക്കൂ. ഇവിടെ ഏതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിച്ചു നോക്കൂ. നിങ്ങള് എത്ര അക്ഷരങ്ങൾ ഞാനവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്, കളറ് കൊടുത്തിട്ടുണ്ട്. ഹംസ, ഉലായിക, രണ്ട് സ്ഥലത്ത്. അവിടെ ഉലായി എന്നുള്ള ഈ പലരും നഷ്ടപ്പെടുത്താറുണ്ട്. ഉലായിക എന്ന് പറയാ, ഒരു യാനോടൊക്കെ സാദൃശ്യം. ഉലായിക അങ്ങനെ പോരാ. ഉലായിക الذين اشتروا الضلالة بالهدى فما ربحت تجارتهم وما كانوا مهتدين. ഇങ്ങനെ ഓരോ അക്ഷരങ്ങളെയും നമ്മൾ കറക്റ്റായിട്ട് മൊഴിയാൻ ശ്രമിക്കുമ്പോഴാണ് നമ്മൾ ഈ ഒരു മാർഗത്തിലായിത്തീരുന്നത്. അപ്പൊ ഇതിൽ കുറെ അക്ഷരങ്ങൾ കണ്ടു അല്ലെ. നെക്സ്റ്റ് ലെറ്റർ നോക്കൂ, ആയത്ത് നോക്കൂ. നമ്മൾ ഒന്നിങ്ങനെ വായിച്ച് നോക്കാം. ഏതൊക്കെ നിങ്ങൾ വന്നു എന്നുള്ളത് നോക്കണേ. അക്ഷരങ്ങളെ മാർക്ക് ചെയ്തിട്ടില്ല, അക്ഷരങ്ങളെ മാത്രമായിട്ട് മാർക്ക് ചെയ്തിട്ടില്ല. ഏതൊക്കെ അക്ഷരങ്ങൾ നമ്മൾ പഠിച്ചു നിങ്ങളൊന്ന് കാണും. വസ്സമാഇ ഹംസ, വത്താരിഖ ഖാഫ്, വമാ അദ്റാക ഹംസ കാഫ്, മത്താരിഖ ഖാഫ് അല്ലെ. ഇങ്ങനെ ഓരോ ഭാഗങ്ങളും. അന്നജ്മു അവിടെ ഹംസ തുടക്കത്തിലായതുകൊണ്ട് ഹംസ ഉച്ചരിച്ചു. ജീമ് അന്നജ്മു സാഖിബ് ഖാഫ്. ഇൻ കുല്ലു ഹംസ കാഫ്. ഇൻ കുല്ലു നഫ്സിൻ
عليها حافظ. عين ياء ഹാ ഹാ ഇങ്ങനെ ഓരോന്നും. فلينظر الإنسان مما خلق. خلق من ماء دافق. ഓക്കെ, നിങ്ങൾ നേരത്തെ ഞാൻ വരുന്നതിന് മുമ്പ് പാരായണത്തിന് അവസരം കിട്ടിയത് കൊണ്ടാണ് ഞാനിപ്പോ പാരായണത്തിലേക്ക് പോവാത്തത്. ക്ലാസ്സിലേക്ക് കിടക്കണമല്ലോ ഇൻഷാ അല്ലാഹ്. നെക്സ്റ്റ് നോക്കൂ, ഹാഫത്തുൽ ലിസാൻ എന്നാണ് കാണുന്നത് അല്ലെ. ഹാഫത്തുൽ ലിസാൻ. ഹാഫത്ത് എന്ന് പറഞ്ഞാല് വശം, അരു എന്നൊക്കെയാണ് അർത്ഥം. അരു 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 എന്ന് പറഞ്ഞാൽ എന്താ? എല്ലാ നാട്ടുകാർക്കും തിരിഞ്ഞിട്ടുണ്ടാവും വിചാരിക്കുന്നു. അരു എന്ന് പറഞ്ഞാല് സൈഡ്. അതെ, സൈഡ് സൈഡ്. അപ്പൊ നാവിൻ്റെതാ, എന്റെ നാവ് ഇങ്ങനെ എടുക്കുകയാണെങ്കിൽ ഞാനിപ്പോ കൈ വിരൽ വെക്കുന്നത് രണ്ട് അരുവിലാണ്. റൈറ്റ് ആൻഡ് ലെഫ്റ്റ് അരുവിനെ നേരെയാണ് എന്റെ കൈ ചൂണ്ടുന്നത്. നിങ്ങൾ കാണുന്നുണ്ടാവും, നാവ് കാണുന്നുണ്ടാവും. രണ്ട് വിരലുകൾ ഞാൻ ഇങ്ങനെ വശത്താണ്, നാവിന്റെ സൈഡിലേക്കാണ് ചൂണ്ടുന്നത്. ഇത്ര ഏരിയ, അതായത് നമ്മള് ഇങ്ങനെ ഈ രണ്ട് ഭാഗവും നോക്കണേ. ഇതിങ്ങനെ പോവാണ്. ഞാൻ ഒറ്റ വിരലുകൊണ്ട് കാണിക്കാം. അറ്റം ഉൾപ്പെടില്ല. അറ്റം ഉൾപ്പെടും. ഹാഫത്ത് എന്ന് പറയുമ്പോ ഹാഫത്ത് അക്സൽ ഹാഫത്തും ഉണ്ട്, അദ്നൽ ഹാഫത്തും ഉണ്ട്. ഞാൻ അതിലേക്ക് വരും. ആ ഒരു ടിപ്പ് ഓഫ് ദി ടങ് വേറുണ്ടല്ലോ നമുക്ക്. അതുണ്ട്. തറഫുൽ ലിസാൻ വേറെ തന്നെ ഉണ്ട്. അല്ലപ്പോ അതല്ല അറ്റം. അതറ്റം. ഇത് അരുവിനൊരറ്റം ഉണ്ടാവും. ഓക്കെ, അരു ഉണ്ടല്ലോ. അരു ഓക്കെ, അരു മനസ്സിലായില്ലേ? അരു താഴെ അരു ഇല്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഓക്കെ, ഞാൻ പറഞ്ഞത്. അപ്പോ അരു ഇങ്ങനെ, ഇതൊക്കെ അരുവാണ് കേട്ടോ. ഇതിപ്പോ നമ്മളെ പിന്നെ നാവാണ് എന്ന് കണക്കാക്കുക. നാവാണ്. നാവിന്റെ ഇത് നമ്മളെ കാഫും കാഫൊക്കെ വരുന്ന താഴെ മേലെ അപ്പുറത്തെ അങ്ങേ ഭാഗം. ഞാൻ തിരിച്ചു പിടിച്ചു അങ്ങേ ഭാഗം. ഇവിടുന്ന് ഇങ്ങനെ പോയാല് ഇതൊക്കെ അരുവാണ്. ഇങ്ങനെ അരുവാണ്. അതേപോലെ ഇവിടുന്ന് ഇങ്ങോട്ട് മറ്റൊരു അരുവാണ്. രണ്ട് റൈറ്റ് ലെഫ്റ്റ് അരുവാണ്. ഇനി അതേപോലെ ഇതിന്റെ ഫ്രണ്ട് ഭാഗത്തേക്ക് പോരുന്നതാണ് ഇത്. ഇങ്ങനെ ഇതൊക്കെ ഇതിന്റെ അരുവാണ്. നമ്മൾ തറഫുൽ ലിസാൻ എന്ന് പറയുമ്പോൾ നാവിന്റെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള എല്ലാ സ്ഥലങ്ങളും വരും. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള പിന്നെ അതായത് ടിപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ ഇത് നമ്മൾ കൃത്യമായും ഒരു ഇതിന്റെ ലാമിനൊക്കെ വേണ്ടിയിട്ട് പറയാൻ പോവാണ്. ഞാൻ അങ്ങോട്ട് വരാം ഇൻഷാ അല്ലാഹ്. ലാമിനെ രണ്ട് രീതിയിൽ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഈ കൂട്ടത്തിലേക്ക് ചേർത്തിയിട്ടാണ് പറയുന്നത്. ഹാഫത്തിൽ ചേർത്തിയിട്ടാണ് ലാമ് പഠിപ്പിക്കുന്നത്. ഹാഫത്ത് ചേർക്കാതെ തറഫുൽ ലിസാനിലേക്ക് കൊണ്ടുപോയിട്ടും ലാമ് എന്ന അക്ഷരം പഠിപ്പിക്കാറുണ്ട്. ഇനി നിങ്ങൾ ഇപ്പുറത്തെ സ്ലൈഡിലേക്ക് നോക്കൂ. നമ്മളെ സ്ലൈഡിലൊന്ന് നോക്കൂ. അവിടെ ഹാഫത്തുൽ ലിസാന് എന്ന് കറുപ്പിൽ എഴുതിയിട്ടുണ്ട്. താഴെ ഞാൻ എഴുതിയത് അദ്നാ ഹാഫത്തുൽ ലിസാൻ എന്ന് പച്ചയിൽ എഴുതിയിട്ടുണ്ട്. അദ്ന എന്ന് പറഞ്ഞാല് അതിന്റെ താഴെ ഭാഗം അല്ലെ. ഓക്കെ, താഴെ ഭാഗം എന്തിന്റെ? ഹാഫത്തുൽ ലിസാനിന്റെ ഏറ്റവും താഴെ, ഏറ്റവും നമ്മള് തറഫുൽ ലിസാന്റെ ഏരിയയിലേക്കുള്ള ഭാഗം. അവിടുന്ന് ഒരു അക്ഷരം വരുന്നുണ്ട്, നോക്കാം. ഓരോ അക്ഷരം വരുന്നത് നോക്കുമ്പോൾ ഈ ലാമ് വരുന്നത് അദ്നാ ഹാഫത്തുൽ ലിസാൻ എന്നാണ്. നമ്മള് അൽ 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 അല്ല അല്ല അല്ലി അല്ലി എന്നൊക്കെ പറയണ ലാമ, അള്ളാഹ് എന്നൊക്കെ പറയണ ലാമ, അതിന്റെ ഏരിയ അതാണ്. അത് സാധാരണ ഗതിയിൽ തറഫുൽ ലിസാനിലും പഠിപ്പിക്കാറുണ്ട് കേട്ടോ. 2000 വിരോധമൊന്നുമില്ല. നിങ്ങൾ വേറെ ഏതെങ്കിലും ഒരു തജ്വീദ് ക്ലാസ്സിൽ ചെല്ലുമ്പോ, അല്ലെങ്കിൽ നിങ്ങൾ തജ്വീദ് നേരത്തെ കേട്ടതിൽ നിന്ന് തറഫുൽ ലിസാന്റെ കൂട്ടത്തിലാണ് ലാമ പഠിപ്പിച്ചതെങ്കിൽ അവിടെ ക്ലോസ് ചെയ്യേണ്ട ആവശ്യമില്ല. രണ്ട് രീതിയിൽ പഠിപ്പിച്ചാലും സെയിം സാധനമാണ്, സെയിം ശബ്ദമാണ്.
രണ്ട് രീതിയിലും പറയാവുന്നതാണ്, വിരോധമൊന്നുമില്ല. തജ്വീദ് ക്ലാസ്സുകൾ രണ്ടിലും അവൈലബിൾ ആണ്. ഓക്കെ, ഇനി ദ്വാദ് എന്ന അക്ഷരാണ് ഹാഫത്തുൽ ലിസാനില് ലെഫ്റ്റ് ഓർ റൈറ്റ് അല്ലെങ്കിൽ ചോയ്സ് രണ്ടും ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാവുന്ന അല്ലെങ്കിൽ ഉച്ചരിക്കേണ്ട അക്ഷരം. ദ്വാദ് എന്ന അക്ഷരം. ദോ 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 ദോ. എന്റെ എന്നെ പിൻ ചെയ്ത് നോക്കൂ. ദോ ദോ ദോ. വലദ്ദാ 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 വലദ്ദാ. ല്ലേ? അൻഖദ അൻഖദ ض വലദ്ദാ മഗ്ദൂബി മഗ്ദൂബി ض. അല്ലാതെ നമ്മള് ലാ ലീ ലു അല്ല. ചിലരങ്ങനെ പറയും ലാ ലീ ലു. അത് നാവിന്റെ നോക്ക്, എന്റെ നാവ് അനങ്ങുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം. ലാ ലീ ലു എന്ന് പറയുമ്പോൾ നാവിന്റെ മുൻഭാഗമൊക്കെ അനങ്ങിയിട്ടുള്ളൂ, സൈഡൊന്നും യാതൊരു പ്രത്യേകമായി എങ്ങോട്ടും പോയിട്ടില്ല. ശരി, നമുക്ക് അതിലേക്ക് പോയി നോക്കൂ. അടുത്ത ഒരു ജസ്റ്റ് ഒരു പിക്ചർ കാണാം. നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളാണ്. ഒന്നോട്ടെ. ദലാലത്തുൻ എന്ന പദം. ദലാലത്തുൻ, അതില് ദ്വാദ് അതുപോലെ രണ്ട് സ്ഥലത്ത് ലാമ് വന്നിട്ടുണ്ട്. പോട്ടെ. ദലാലത്തുൻ നോക്കൂ ഒന്നും കൂടെ. കൃത്യമായി ഇതിനകത്ത് മനസ്സിലാവും. അപ്പോ ലാമ വന്ന ഏരിയ നോക്കണം. നമ്മളതിന് മലയാളത്തിൽ എഴുതി തരും ലാമ എവിടുന്നാ വരുന്നതെന്ന്. ദ്വാദിന്റെ ഏരിയ നോക്കണം. നമ്മളെ നാവിന്റെ കാഫും കാഫും ഒക്കെ പറയുന്ന ഒരു ഏരിയ ഇപ്പൊ ഇവിടെ ഏതാണ്ട് ഇങ്ങനെ കാണുന്നുണ്ടാവും. പിന്നെ ആ പച്ച ഭാഗം കാണുന്ന ഏരിയയാണ് ആ ഏരിയയോട് ചേർന്ന് നിൽക്കുന്ന അണപ്പല്ലുകളിൽ ടച്ച് ചെയ്യുമ്പോൾ ദ എന്ന അക്ഷരം കിട്ടുന്നത്. അത് റൈറ്റ് വേണോ ലെഫ്റ്റ് വേണോ എന്നതിലൊന്നും ആശങ്കപ്പെടണ്ട. നിങ്ങൾക്ക് ഏതാണോ കിട്ടുക അത് ഉപയോഗിക്കാം. രണ്ടും കൂടെ ഉപയോഗിച്ചും പറയാറുണ്ട്, വിരോധമൊന്നുമില്ല. അപ്പൊ നമ്മൾ ചോദിക്കും, ഈ ആ മഞ്ഞ ഭാഗം ലാമിൻ്റെതാണല്ലോ, ഈ ദ പറയുമ്പോ ആ മഞ്ഞ ഭാഗം ഞങ്ങൾ എന്ത് ചെയ്യും? അത് ആ സമയത്ത് മടക്കി വെക്കാൻ പറ്റൂല, കട്ട് ചെയ്യാൻ പറ്റൂല, എന്താ ചെയ്യാന്നുള്ളതിന് ഉത്തരം അവിടെ താഴെ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് അന്നേരം നമുക്ക് പറയാം. ഏതായാലും ദ്വാദ് എന്നതിന് ഈ ഒരു വശം നിർബന്ധമായും ഉപയോഗിക്കപ്പെട്ടിരിക്കണം, എന്നാലേ വലദ്ദാലിൻ കിട്ടുള്ളൂ. അല്ലെങ്കിൽ വലദ്ദാലിന്നൊക്കെ ഓതേണ്ടി വരും. വലദ്ദാ അങ്ങനെയൊക്കെ ആവും. അല്ല ചിലര് വലദ്ദാ എന്ന് പറയും. അപ്പൊ അതൊന്നല്ല നമുക്ക് വേണ്ടത്. വലദ്ദാ 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 എന്ന് പറയും. ഓക്കെ, നോക്കാം. ഇവിടെ ചില പദങ്ങൾ കാണാം. നെക്സ്റ്റ് സ്ലൈഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അത് ഒന്ന് എഴുതിയെടുക്കാം ആദ്യം തന്നെ മലയാളം. അല്ലെ? നാവിന്റെ അരുനീളത്തിൽ അണപ്പല്ലുകളോട് ചേർന്ന് ഉച്ചരിക്കുന്ന അക്ഷരമാണ് ദ്വാദ്. അതിന്റെ ഒരു പിക്ചറൈസ് ചെയ്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. തൊട്ടതായ ഒരു പിക്ചർ കാണുന്നില്ലേ? ആ മാർക്ക് ചെയ്ത ഏരിയ, ഫ്രണ്ട് ഏരിയ, നാവ് എവിടെ നിൽക്കണത് നോക്കണേ നിങ്ങള്. നാവിന്റെ നമ്മൾ ആ പറഞ്ഞ ടിപ്പില്ലേ, അല്ലെങ്കിൽ പിന്നെ അതിനാ ഹാഫത്തുൽ ലിസാനില്ലേ, അത് നമുക്ക് കട്ട് ചെയ്യാനൊന്നും പറ്റൂല എന്ന് ഞാൻ പറഞ്ഞില്ലേ. കട്ട് ചെയ്ത് കളയാൻ പറ്റൂല, മടക്കി വെക്കാൻ പറ്റൂല. അത് സ്വാഭാവികമായും നാവിന്റെ അരുനീളം അണപ്പല്ലിനോട് ചേർത്ത് വെക്കുമ്പോ ബാക്കി നാവിന്റെ തെല്ല് ഭാഗം എന്താവും? അതവിടെ പോയി ഇങ്ങനെ നിൽക്കും. നമ്മൾ കൊണ്ടുപോയി അവിടെ ടച്ച് ചെയ്ത് ഒച്ചപ്പാടുണ്ടാക്കുമ്പോഴാണ് ദാലിലേക്ക് പോകുന്നത്. ദാലിന്റെ അടുത്തേക്ക് പോകാൻ എളുപ്പമുള്ള സ്ഥലമാണ്. നാവിന്റെ പുറത്തുനിന്നാണ് ദാല് വരിക, പല്ലിന്റെ ഒരു ഏരിയയിലേക്ക് പോകുമ്പോൾ അതിലേക്ക് ചാടിപ്പോവും. അപ്പൊ അത് നമ്മൾ കരുതിക്കൂട്ടി അവിടെ കൊണ്ടുപോയി വെക്കുന്നതുകൊണ്ട് നമ്മള് ദ എന്ന് പറയുമ്പോ നാവ് അവിടെ ഉണ്ടാവും, അത്ര തന്നെ. അതിന്റെ ഒരു പിക്ചറേയും കാണിച്ചു തരാം, അപ്പൊ നമുക്ക് ഒന്നുകൂടെ മനസ്സിലാവും. മലയാളം എഴുതി വെച്ചോളൂ. നാവിന്റെ അരുനീളം അണപ്പല്ല്, ഇത് രണ്ടുമാണ്. അണപ്പല്ലുകളോട് എന്ന് പറയുമ്പോ
അണ്ടർസ്റ്റുഡ് ആയ കാര്യമാണ്. മേലെ അണപ്പല്ലുകൾ എന്നാണ് പറയട്ടോ. അങ്ങനെ നിങ്ങൾ മേലെ എഴുന്നേറ്റ് വിരോധമില്ല. നാവിന്റെ അരുനീളത്തിൽ മേലെ അണപ്പല്ലുകളോട് ചേർന്ന്. മേലെയും താഴെയും ഇങ്ങനെ കൺഫ്യൂഷൻ ആയി ചിലരെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്തൊക്കെ നോക്കുമ്പോ ഒരു സാധനവും ഇല്ലാണ്ടായിരിക്കും. അതുകൊണ്ടാണ് അത് സാധാരണ പറയാത്തത്. അണപ്പല്ലുകളോട് ചേർന്ന് എന്ന് പറയുമ്പോ ശബ്ദം വരെ നാവിന്റെ പുറത്തുനിന്ന്, നാവിന്റെ നമ്മളെ ഈ ഭാഗത്തുനിന്ന്, ഉൾഭാഗത്തുനിന്ന് ആയതുകൊണ്ടാണ്, അടിയെന്നല്ല. അതുകൊണ്ടാണ് അത് പറയാത്തത്. ഓക്കെ, ഇവിടെ ഈ ഒരു ആയത്ത് നോക്കൂ. വൽആദിയാതി ളബ്ഹ വൽആദിയാതി ളബ്ഹ. നമ്മൾ ഇത് ശ്രദ്ധിക്കാതെ പോയാൽ തെറ്റായ പാരായണം വരാറുള്ളത് വൽആദിയാതി ളബ്ഹ. അങ്ങനെ വരാൻ പാടില്ല. വൽആദിയാതി എന്നല്ല. ഇത് ശരിക്കും അല്ല എന്നുള്ളത് ഞാൻ പറയരുത്. കാരണം ഇത് കട്ട് ചെയ്തിട്ട് തെറ്റായി ഉച്ചരിക്കുന്നൊക്കെ പറയാം. ഓൾറെഡി ദാദ് എന്ന അക്ഷരം മുഫഹമായ ഇസ്തിലായ അക്ഷരമാണ്. അതുകൊണ്ട് അത് മുഫഹമായിട്ട് വരെയും വേണം കേട്ടോ. വൽആദിയാതി ളബ്ഹ ളബ്ഹ വൽആദിയാതി ളബ്ഹ. അടുത്ത ആയത്തിലോ വലാ യഹുദ്ദു. യഹുദ്ദു ആവരുത്, ദാലിലേക്ക് അധികം പോവരുത്. അധികം നല്ല ദാലിലേക്ക് പോവണ്ട. എന്നല്ല എന്നും അല്ല, യഹുല്ലു അല്ല. അണപ്പല്ലിനോട് നാവിന്റെ അരുനീളം ബന്ധപ്പെടണം, ടച്ച് ചെയ്യണം. വലാ യഹുദ്ദു അലാ തആമിൽ മിസ്കീൻ. വലാ യഹുദ്ദു ولا يحض وأخرجت الأرض أثقالها وأخرجت الأرض أثقالها. ഓക്കെ, നിങ്ങൾക്ക് ഇതുപോലെ ആയത്തിനെ എടുത്ത് മെല്ലെ മെല്ലെ വായിച്ചോ. അപ്പൊ അത് ക്ലിയർ ആവും. തൊട്ട് മുകളിലെ സ്ലൈഡിലേക്ക് പോകാം. നമുക്ക് അവിടെ കുറച്ച് വാക്കുകൾ മാത്രമുണ്ട്. ضاد فتحة مفخمة ضا. തഹജ്ജി മറന്നു പോകരുത്. മഖ്റജിന്റെ ക്ലാസ്സിലെ ഭാഗം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ വീട്ടിൽ നിന്ന് പഠിച്ചിടത്തോളം ഹാല് വെച്ച് തഹജ്ജി ചെയ്യണം കേട്ടോ. സംസാരിക്കുമ്പോൾ പ്രയാസം വരുന്നുണ്ട്, ക്ഷമിക്കണം. അപ്പോ ضاد فتحة مفخمة ضا അല്ലേ. ضرب ضرب. ضادും റാഉം മുഫഖമായി ഉച്ചരിച്ചു. ബാ ഇസ്തിഫാലായ ലെറ്റർ ആണ്. ضرب ضرب. ضاد فتحة مفخمة ضا. റാ ഫത്ഹ മുഫഖമ റാ. ضر ലറ എന്ന് വായിക്കരുത്. ലറ അല്ല ലോറ അല്ല. ചിലര് അങ്ങനെയല്ല ലോറ എന്നറിയും, അങ്ങനെയല്ല ലറ എന്നറിയും, അല്ലെ ദൊറ എന്നറിയും. ഇത് മൂന്നും അല്ല. ضرب ضرب والأرض. ضاد كسرة. والأرض والأرض. ضربت. ضاد ضمة. ضربت ضربت ضربت. يضرب. يضرب അല്ല നാവ് വശത്തേക്ക്. യദ്രിബു വദ്രിബ് കേട്ടാ. ഓക്കെ, ഇനി ഒന്ന് രണ്ട് ആൾക്കാരൊന്ന് വായിച്ചു നോക്കൂ. ഒന്നൂടെ കേൾക്കുന്നുണ്ടോ സർ? ആ, കേൾക്കൽ കൊണ്ട് പൂർണ്ണ ആവൂലെന്നൊരു വിഷയം ഉണ്ടല്ലോ. ഒന്നുകൂടെ അണപ്പല്ലിൽ അടിക്കാനുണ്ടല്ലോ. അത് പറയാൻ പിന്നെ അക്ഷരം പറയുന്നതിന്റെ മുമ്പ് കുറെ പിന്നെ തുടങ്ങിയിട്ട് അക്ഷരം വരാൻ കുറച്ച് താമസം വരുന്നുണ്ട് അല്ലേ. അത് കഴിഞ്ഞ ദിവസം ഞാന് എവിടുന്ന് ഒരു പള്ളിയിൽ നിന്ന് വലദ്വാലീൻ കേട്ടത്. അദ്ദേഹം അണപ്പല്ലിനോട് ചേർക്കാൻ വേണ്ടി ആദ്യം കഷ്ടപ്പെടുന്ന എങ്ങനെയാ വെച്ചാ വലം
ളാല്ലീൻ. എങ്ങനെ വല, എന്നിട്ട് അക്ഷരം വന്നത് പിന്നെ ളാല്ലീൻ തന്നെയാണ്. ആ അതേപോലെ കുറച്ചും കൂടെ ഒന്ന് ദ്വാദിലേക്ക് വരാനുണ്ട്. ളറബ ഒന്ന് വലദ്വാലീൻ പറയും. വലദ്ദാലീൻ. ആയില്ല. അപ്പൊ ളാലീനാ പറഞ്ഞത്. നാവിന്റെ തുറപ്പാണ് ഉപയോഗിച്ചത്. വലദ്ദാലീൻ. അതിൽ നമ്മൾ അള്ളാഹു എന്നൊക്കെ പറയണത് എന്റെ വലല്ലാലീൻ അള്ളാഹു. ഒന്നും കൂടെ ഇവിടെ പറയാനുണ്ട്. അണപ്പല്ലുകൾ നാവിന്റെ ലെഫ്റ്റ് വശം വെച്ച് നോക്കും. ഞാനിപ്പോ റൈറ്റാ വെക്കുന്നത്. ആയിക്കോട്ടെ, റൈറ്റ് ആണെങ്കിൽ അങ്ങനെ വെച്ച് നോക്കും, ഇല്ലെങ്കിൽ ലെഫ്റ്റ് വെച്ച് നോക്കും. ഏതെങ്കിലും ഒരു വശം ചെയ്യുക. രണ്ട് പല്ലിന്റെ ഇടയിൽ, അണപ്പല്ലുകൾക്കിടയിൽ ഒന്ന് മെല്ലെ കടിച്ചു വെക്കുക. മുറിക്കരുത്, മുറിച്ച് പുണ്ണാക്കരുത്. മെല്ലെ ഒന്ന് അവിടെ കൊണ്ടുപോയിട്ട് ക്ലിപ്പ് ചെയ്ത് വെക്കുക. എന്നിട്ട് അവിടെ ക്ലിപ്പ് ചെയ്ത ശേഷം എന്ന് പറഞ്ഞാൽ ചിലപ്പോ കിട്ടും. ഇല്ല പ്രാക്ടീസ് ചെയ്യാം. ഇത് അല്ല ഉസ്താദ്, ഇത് നമ്മളെ ഈ ഫ്രണ്ട് സൈഡിലെ നാവിന്റെ ഫ്രണ്ട് സൈഡ് അവിടെ അതേമാതിരി നിക്കണം. ഏതേമാതിരി? അതവിടെ അനക്കാൻ പാടില്ല. സൈഡ് കൊണ്ടല്ലേ ഇത് ഉച്ചരിക്കുന്നത്. ഫ്രണ്ട് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട. ഇത് നോക്കൂ, ഇവിടെ ശ്രദ്ധിക്കൂ. എന്നിട്ട് പ്രാക്ടീസ് ചെയ്യാം. നിങ്ങൾ ഇതിന് ഓവറായിട്ട് പിന്നെ ഇതാവരുത്. അപ്പോഴുള്ള കോൺഫിഡന്റ് കൊടുക്കും. പിന്നെ ഇവിടെ അണപ്പല്ലിന്റെ പാർട്ടാണ് കാണിച്ചിട്ടുള്ളത്. ആ വയലറ്റ് ഭാഗം കാണുന്നതാണ് നമ്മള് പിന്നെ അണപ്പല്ലുകളുടെ ആ ഒരു ഭാഗം. കളർ ചെയ്ത് അവർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് കളർ അങ്ങനെ ചെയ്ത്. പിന്നെ മഞ്ഞ ഭാഗം വരുന്നതാണ്. ആ മഞ്ഞ ഭാഗം തന്നെ പിന്നെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെ വരുന്ന ആ ഒരു ഭാഗമാണ്. അവിടെ നാവ് എന്താ സംഭവിക്കാനോ അവിടെ നമ്മൾ ഒരു പ്രഷർ കൊടുത്ത് ടച്ച് ആവരുത്. ഒരു പ്രത്യേകിച്ച് പ്രഷർ ഇല്ലാതെ നാവ് സ്വാഭാവികമായി അവിടെ ഉണ്ടാവും. നാവിനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അത്രമാത്രം നാവ് മുന്നോട്ട് വന്നു എന്ന് പറഞ്ഞിട്ട് പ്രയാസപ്പെടാൻ. എന്നാൽ മറ്റതോ നമ്മൾ ശരിക്കും അവിടെ നാവ് കൊണ്ട് വെച്ചു എന്ന് നമുക്ക് തന്നെ മനസ്സിലാവണം. ഓക്കെ, നമ്മൾ പ്രാക്ടീസ് ചെയ്ത് ശരിയാക്കി എടുക്കാം. ദൂരെ നിന്ന് രണ്ടാക്കൽ ശരിയാക്കാനാവും എനിക്ക് തോന്നുന്നില്ല. ശരിയായാൽ ഓക്കെ എന്ന് പറയാം, ശരിയായില്ല ഇല്ല എന്ന് പറയാം എന്നല്ലാതെ പിന്നെ അടുത്തിരുന്നത് ശരിപ്പെടുത്താനാവുന്ന പോലെ നമ്മൾ തമ്മിൽ ദൂരെ ഇരുന്ന് ശരിപ്പെടുത്താനാവാൻ സാധ്യത കുറവാണ്. ഓക്കെ, എന്നാലും നടക്കും. വേറെ ആരെങ്കിലും പറഞ്ഞു നോക്കോ? ഏതാ? ഏറെക്കുറെ ആയല്ലോ. വരണ്ടോ? അക്ഷരം പറയുന്നതിന്റെ മുമ്പ് കുറെ അതിനുള്ള ഒരു മുന്നൊരുക്കത്തിന്റെ ഒരു മൂളലൊക്കെ അവിടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ വരരുത് കേട്ടാ. അതൊരു ശ്രദ്ധ കൊടുക്കുന്നതിനൊക്കെ തുല്യ. നമ്മൾ നേരെ ഡയറക്റ്റ് വേറെ ഒരു സംഭവം ഇല്ലാതെ ഡയറക്റ്റ് അക്ഷരം എന്ന് തന്നെ പറയാം. ഓക്കെ. വൽ അർദി വേറൊരാള്, അല്ലെങ്കിൽ വൽ അർദ ദുരിബത്. ദറബ പറയൂ. അതില്ലല്ലോ. വലദ്ദാലീൻ പറയും. വലല്ലാഹി പോയി. അദ്ദലാലതു ല്ലേ? അതൊക്കെ അള്ളലാലത്ത് ആയി പോയി. അള്ളാ പോരാ.
ഇത് കൊറേ ആയി എനിക്ക് ഡൗട്ട് വന്നിട്ട് കേട്ടോ. ഈ ലായ്ക്ക് കൊറേ കാലായിട്ട് എനിക്ക് ഡൗട്ട് ഉണ്ട്. അത് ഈ ഇവിടെ എത്തുമ്പോ എന്താ എനിക്ക് ഡൗട്ട് തീർക്കണം ഞാൻ മസ്റ്റായിട്ട് തീരുമാനിച്ച കാര്യമാണ്. നന്നായി പ്രാക്ടീസ് ചെയ്യണം. ആ അത് പാരായണം കേട്ട് അവിടെ തന്നെ തിരുത്തി റെഡിയാക്കി കൊണ്ടുവരിക. അപ്പൊ ഇത് ചെയ്യാൻ കഴിയും, എല്ലാവർക്കും കഴിയും, ആർക്കും കിട്ടാവില്ല. നമ്മളെ പ്രശ്നം എന്താണെന്നറിയോ, നമുക്ക് ആർക്കും ഇത് കഴിയാത്ത കാര്യമല്ലായിരുന്നു. പക്ഷെ നമ്മൾ പണ്ട് കേട്ടത് ലാദ് ലാ ലീ ലൂ അത് രണ്ടിനും അത് തന്നെ കേട്ട്. താത്തിന് പുള്ളി വന്ന അക്ഷരവും അതുപോലെ സാദിന് പുള്ളി വന്ന ഈ അക്ഷരവും നമ്മൾ ഇതിന്റെ മുമ്പിൽ സാധുവായിപ്പോയി. അത് തന്നെ നമ്മളെ പണ്ട് ആരൊക്കെയോ കേൾപ്പിച്ചത് വലല്ലാലീൻ എന്നാണ്. എന്നാൽ ഇപ്പോ അൽ ഫിത്ര, അതേപോലെ അത്തിബിയാൻ, അതേപോലെ മറ്റ് പേരുകളിൽ ഒരുപാട് പേരുകളുണ്ട്, അൽ ബിർ, ഇതിലൊക്കെ പോകുന്ന കുട്ടികൾ ഇപ്പൊ കറക്റ്റ് ഇതാ പറയുന്നില്ലേ, വലദ്ദാലീൻ പറയുന്നില്ലേ. വിദേശത്ത് ഗൾഫിലൊക്കെ പോയി പിന്നെ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫാമിലി, അവിടെ ജോലിയുള്ള ഫാമിലീസ് ആയിട്ട് അവിടെ താമസിക്കുന്ന ആളുകളുടെ കുട്ടികൾ അവിടെ പഠിക്കാൻ പോകുന്നു, അവിടുത്തെ പള്ളി നിസ്കരിക്കാൻ പോകുന്നു. അപ്പൊ അവിടുന്ന് കേൾക്കുന്നത് കൊണ്ട് ആ കുട്ടികൾ ദാത് കറക്റ്റാ പറയണത്. എന്താ കാര്യം, ഫസ്റ്റ് ടൈം കേട്ടത് കറക്റ്റ് ടോണായിരുന്നു. അതുകൊണ്ട് നമ്മള് ഫസ്റ്റ് ടൈം പോട്ടെ, നമ്മളെ ലാസ്റ്റ് ടൈം വരെ നമ്മൾ കേട്ടത് ലാ ലീ ലൂ അൽ വൽ റിബ് വൽ റിബ് ലറബ അല്ലാഹു ഒക്കെ ഒന്ന്, നമുക്ക് അള്ളാഹു ഒന്ന്, ലാ ഒന്ന്. അതുകൊണ്ടാണ് നമ്മളെ കുറിച്ച് അറബികൾ പറയാറുള്ളതും, നമ്മുടെ ഇന്ത്യക്കാരെ കുറിച്ച് അല്ലെങ്കിൽ അറബികളല്ലാത്ത പല ആളുകളെ കുറിച്ചും അറബികൾ പറയുന്ന ഒരു പ്രയോഗം, നിങ്ങൾക്ക് ഈ 3 ഒരേ ഉച്ചാരണമാണല്ലോ വരുന്നത്, അത് തിരുത്തണം എന്നാ. ഒന്ന് അള്ളാഹു എന്നത് നമ്മൾ അള്ളാഹു എന്നാ പറയാ. രണ്ടാമത്തെ പിന്നെ ലാ യുഫ്ലിഹു ളാലിമൂൻ എന്നുള്ളത് നമ്മൾ ലാ യുഫ്ലിഹു ളാലിമൂൻ ഔ തന്നെയാ. പിന്നെ വലദ്ദാലീൻ എന്നുള്ളത് വലദ്ദാലീൻ. അള്ളാഹു, ലാലിമ്, ലലാലത്ത് ഒക്കെ ഒന്നാ നമുക്ക്. ഇതവര് നമ്മളോട് പറയണം, നേരിട്ട് നമ്മളോട് ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടാവും ആ ഒരു ചർച്ചയില്. അപ്പൊ നമ്മളത് ശ്രദ്ധിക്കുക ഒന്നുകൂടെ കേട്ടോ. ഇൻഷാ അല്ലാഹ് നടക്കും. നമുക്കത് പ്രാക്ടീസ് ചെയ്തിട്ട് ഉറപ്പ് വരുത്തണം. നമ്മള് വൽ അർലിന്ന് പറഞ്ഞില്ലേ, അപ്പൊ റായിന്റെ സുക്കൂനെ നമ്മൾ വെളിവാക്കാതെ ലായിലേക്ക് കൊടുക്കുന്നല്ലേ ചെയ്യണത്? എങ്ങനെ വൽ അർലിന്ന് പറയുന്നുണ്ടല്ലോ, പറയുന്നുണ്ട്. വൽ അർലി എന്ന് പറയുന്നോട്ട് റായിന്റെ സുക്കൂനെ നമ്മൾ വെളിവാക്കാതെ അത് ലായിലേക്ക് നമ്മൾ കൂട്ടി റീഡ് ചെയ്യുന്നില്ലേ? അത് വൽ അർലി എന്ന് പറയുമ്പോ റാ വെളിവാകുന്നുണ്ടല്ലോ, കേൾക്കുന്നുണ്ടല്ലോ. നമ്മള് വെളിവാവുക ഉദ്ദേശിച്ചത് എന്താ? അറുളിന്ന് അങ്ങനെ വ്യക്തമായിട്ട് പറയണോ അല്ലെങ്കിൽ ലായിലേക്ക് കൂട്ടിയിട്ട് പറയണോ എന്നുള്ളതാണ് എന്റെ സംശയം. നിങ്ങൾ അറബി എന്ന് പറയുമ്പോ റാ കേൾക്കുന്നുണ്ട്, റാ കേൾക്കണം. വൽ അർദി എന്ന് പറയുമ്പോ റാ കേൾക്കണമല്ലോ. അതുപോലെ മഗ്ദൂബി എന്നുള്ളത് റൈന്റെ സുക്കൂന് വരുന്നുണ്ടല്ലോ. ആ മഗ്ദൂബി ഗൈന് സുക്കൂൻ വന്നില്ലേ? പക്ഷെ പെട്ടെന്ന് ഇങ്ങനെ ഓതുന്ന സമയം എത്രയോ പ്രാവശ്യം നമ്മളിങ്ങനെ പിന്നെ ഓതുന്ന ആൾക്കാരുടെ തജ്വീദ് നിയമങ്ങൾ ഇങ്ങനെ കേൾക്കുമ്പോൾ അവരെന്തായാലും വ്യക്തമായിട്ട് വരുമ്പോ അതിലേക്ക് ആഡ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. നോക്കണം. ഇപ്പൊ ഉദാഹരണത്തിന് ആരും പറയില്ലല്ലോ, അപ്പൊ റാ പോയില്ലേ. റാ പറയും. റാ ഒരിക്കലും കൽക്കല വരാൻ പാടില്ലാത്ത അക്ഷരമാണ്. കൽക്കല എന്ന് പറഞ്ഞാൽ നമ്മൾ 10ാമത്തെ ഹാല് പഠിച്ചിരുന്നോ? അതെ, 10ാമത്തെ ഹാല് പഠിച്ചാണല്ലോ. അതെ അല്ലെ? പഠിച്ചിട്ടുണ്ട്. അറ് എന്ന് പറയുമ്പോഴാണ് കൽക്കലയാവുന്നത്. അങ്ങനെ വരാൻ പാടില്ലാത്ത അക്ഷരമാണ് റാ. വൽ അർദി എന്ന് പറയാൻ പാടില്ല. അത് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും എവിടെയെന്നറിയോ? അർദി എന്നുള്ളിടത്ത് നിർത്തുകയാണെങ്കിൽ ദ്വാദിനും സുക്കൂൻ കൊടുക്കും. അപ്പൊ രണ്ടും കൽക്കല വരാതെ 2 സുക്കൂനുകൾ അടുത്തടുത്ത് വരും. കൽക്കല വരാതിരിക്കുമ്പോ എന്ന് പറഞ്ഞു. അപ്പൊ റാവും ദ്വാദും രണ്ടും പറയുകയും വേണം, എന്നാ രണ്ടും ഇട്ട് കൽക്കല വരാനും പാടില്ല. അതുകൊണ്ടാണ് ആ രീതിയിൽ പറയണെങ്കിൽ. അവിടെ രണ്ടും പറഞ്ഞിട്ടുണ്ട്, എല്ലായിടത്തും രണ്ടും പറയണം, ഒഴിവാക്കാൻ പാടില്ല. അത് നിങ്ങളൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിൽ വന്നതാ കേട്ടോ, കുഴപ്പമില്ല. പക്ഷെ ഇപ്പൊ സാറ് പഠിപ്പിച്ചല്ലോ, അർലിന്ന് പഠിപ്പിച്ചല്ലോ, അതില് പക്ഷെ ദാലിന്റെ കുറച്ചും കൂടെ ഒരു ആഡ് ആവുന്നുണ്ടോ ലായിലേക്ക്?
ചെറുതായിട്ട് ദാലവൽ അർദീന്ന് വരരുത്. ദാലാവാനേ പാടില്ല, ദാലിലേക്ക് പോകാൻ പാടില്ല. അതിന് പ്രശസ്തരായ പിന്നെ തജ്വീദ് പഠിപ്പിക്കുന്ന ഉസ്താദുമാര് പറയുന്നത് ചിലർ തെറ്റായിട്ട് ദാൽ മുഫഹമ ഉച്ചരിക്കുന്നു ദോദിന് പകരം എന്ന്. ദോദാവാൻ വേണ്ടി ചില ആളുകൾ ദാലിനെ മുഫഹമാക്കി ദോ എന്ന് പറയുന്നു. വൽ അർദോ, അത് ദാലായി പോയില്ലേ, വൽ അർദോ. എന്നാൽ ആ മുന്നിലുള്ള ഭാഗം, അതായത് ദാല് പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന നാവിന്റെ ആ ഒരു പാർട്ട് പ്രഷർ ഇല്ലാതെ അവിടെ നിന്നാ മതി. നേരത്തെ നമ്മൾ കാണിച്ച പിക്ചറിലെ പോലെ അവിടെ കൊണ്ടുപോയിട്ട് പിന്നെ അമർത്തരുത്, പ്രഷർ കൂടാൻ പാടില്ല, കൂട്ടരുത്. അങ്ങനെ കൂട്ടിക്കഴിഞ്ഞാൽ ദാലിലേക്ക് പോവും, അല്ലെങ്കിൽ ലാലേക്ക് പോവും. ആ രണ്ട് ഭാഗത്തേക്കും പോവാതെ ദോദിൽ നിൽക്കണം. വൽ അർദി ഖലഖസ് സമാവാതി വൽ അർദ വൽ അർദ. ഇനി ദാല് കേൾപ്പിച്ചാൽ ആ കൂടെ വൽ അർദ, അപ്പൊ ദാലായി വൽ അർദ വൽ അർദ. അവിടെ ദാലില്ല, ദോ 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 ദ ദോ 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 എന്നായി പോകരുത്, അത്രമാത്രം. ഓക്കെ. ഞങ്ങൾ പഠിക്കണ ഞങ്ങൾ എന്താ ചെയ്യേണ്ടത്? മക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുന്ന സമയം എന്നുള്ളത് ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്നുണ്ട്. അത് ഇപ്പൊ നിങ്ങൾ പറഞ്ഞത് വാന്നാണ്, വായില്ല, വാണ് പറയണത്. അത് നമുക്ക് ആ അക്ഷരത്തെ നമ്മൾ കറക്റ്റ് ആയില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ കുട്ടികളെ കേൾപ്പിക്കുമ്പോ പാരായണം കേൾപ്പിക്കാം. അല്ലേ? അപ്പൊ നമ്മള് പാരായണം ഇട്ട് കൊടുക്കുക ചെയ്യാം, മൊബൈലില് പാരായണം ഇട്ട് കൊടുക്കുക ചെയ്യാം. ഓ മതി 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 മതി, അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ആ സമയത്ത് അങ്ങനത്തെ അക്ഷരങ്ങളൊക്കെ ആ കൂടെ നമുക്കൊന്ന് പഠിക്കാലോ. ഓക്കെ. അല്ല ഉസ്താദ്, ഒരു കാര്യം ചോദിക്കട്ടെ, എന്ന് പറയുമ്പോ അവിടെ ഒരു ഓകാരം വരുന്നുണ്ടോ? ഓകാരം വരണ്ട, ഓകാരം വരണ്ട. അത് ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ അതിനു വേണ്ടി കുറെ സമയം എടുത്തിട്ടാണ്. വേണ്ടോ, ഇങ്ങനെ വിചാരിച്ചിട്ടാ പറയുന്നത്, അപ്പൊ തന്നെ ഉരുണ്ട വരുന്നത്. അതെ, നമ്മളെ ഓകാരത്തിലേക്ക് പോകരുത്. അപ്പൊ ഓകാരല്ല പറഞ്ഞു നോക്കട്ടെ. വൽ അർളി ളുരിബത് യൽരിബു യൽരിബു. അപ്പൊ തന്നെ കറക്റ്റ് മനസ്സിലായില്ലേ? എള് രീപു എന്ന് പറഞ്ഞപ്പോ നാവിന്റെ എവിടെ ടച്ച് ആയത് എന്ന് പറഞ്ഞു. യൽരിബു യൽരിബു യൽരിബു. പല്ലുമല പല്ലുമ, മേലത്തെ പല്ലുമ. അതെ, മേലത്തെ പല്ലുമല. ഏത് ഭാഗം? ഒന്നാമത്തെ വിഷയം എള് പറയരുത്, തൽക്കാലം വരാൻ പാടില്ല. പറഞ്ഞു തന്നെ നാവിന്റെ മുൻവശമാണ് ഉപയോഗിച്ചത്. മുൻവശം നമുക്ക് വേണ്ട, സൈഡാണ്. നിങ്ങളിപ്പോ സുക്കൂനിൽ പറയണ്ട, ഫത്ഹയിൽ പഠിക്കുക ആദ്യം. ഫത്ഹയിൽ വലദ്ദാലിൻ പഠിക്കുക, അത് എളുപ്പം. നാവിന്റെ തൊറഫാണ് ഉപയോഗിച്ചത്, വലദ്ദാലിൻ എന്നാ ഉപയോഗിച്ചത്, തെറ്റാണ്. ഗൈരിൽ മഗ്ദൂബി അലൈഹിം രണ്ട് സൈഡും തട്ടിക്കല്ലേ, രണ്ട് സൈഡിൽ വരുന്നുണ്ട്. ഒരു സൈഡാകുമ്പോ ചെരിഞ്ഞു പോണ്. വിരോധമല്ല, വിരോധമല്ല. രണ്ട് സൈഡ് ഒന്നിച്ചു വരുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. സർ ഞാനൊന്ന് പറയട്ടെ. വലദ്ദാലിൻ പറയും. വലദ്ദാലിൻ ഒന്നും കൂടെ വരാൻ. വലദ്ദാലിൻ.
അത് വലല്ലായിരുന്നു അവിടെ നന്നായി പ്രഷർ ചെയ്യും. വലവാലീൻ ഒന്നുകൂടെ റെഡിയാണല്ലോ. വലവാലീൻ. അത് സംഗതി നിങ്ങൾക്ക് പല്ലിന് തട്ടും എന്തോ പ്രശ്നമാകുമെന്ന് വിചാരിച്ചിട്ടാണെന്ന് തോന്നുന്നു. ഒന്നുകൂടി തട്ടിയാൽ കുഴപ്പമില്ല. അപ്പൊ ശരിക്കും ശബ്ദം വരും. വലവാലീൻ. പെട്ടെന്ന് ശരിയാവും. ഒന്നും കൂടെ പൂർണ്ണതയിൽ വരാനുണ്ട് ഇൻഷാ അല്ലാഹ്. ശരിയാവും. യെസ്, ഓക്കെ. അപ്പൊ ആ ഒരു പാട്ട് എല്ലാരും ഒന്ന് ശ്രദ്ധിച്ചാൽ മതി നന്നായിട്ട് കേട്ടോ. എന്തായാലും നിങ്ങളുടെ സമീപത്ത് ഈ അക്ഷരം നന്നായി പറയാൻ അറിയുന്ന സുഹൃത്തുക്കളുണ്ട്. അവരെ ഒന്ന് ജസ്റ്റ് അവരുടെ അടുത്ത് ഇരുന്നിട്ട് ഈ സെന്റൻസ് എടുക്കുക. നാവിന്റെ ആ ഒരു അണപ്പല്ലുകൾ ഇത് രണ്ടും ഓർക്കുക. എന്നിട്ട് ഞാൻ ഉച്ചരിക്കുന്നത് ശരിയാവുന്നുണ്ടോ എന്ന് ഞാനുകളൊക്കെ എന്ത് ചെയ്യാം, മറ്റൊരാളുടെ മുമ്പിൽ ഒന്ന് ഉച്ചരിക്കുക. നേരെ മുമ്പിൽ. ഈ ഓൺലൈനേക്കാളും നന്നാവുക അതാണ്. ഓക്കെ, അടുത്ത. അതൊക്കെ ആണെന്ന് തോന്നുന്നല്ലോ. ഇനി നമ്മൾ അടുത്ത ഭാഗത്തേക്ക് ഒന്ന് കിടക്കാം. അതെ അതെ. ഇവിടെ ഒരു ആയത്ത് ഇങ്ങനെ കാണാം അല്ലേ? أرأيت الذي يكذب بالدين فذلك الذي يدع اليتيم അവിടെ വരുന്നുണ്ട് ദാദ് ശദ്ദ ദമ്മ വരുന്നുണ്ട്. ولا يحض على طعام المسكين ولا يحض على طعام المسكين. ഓക്കെ, പിന്നെ അക്ഷരം വരുന്നില്ല. അപ്പൊ യഹുദ്ദു എന്ന വാക്ക് ഹദ്ദ യഹുദ്ദു എന്ന വാക്കൊന്ന് ശ്രദ്ധിക്കുക. അതോടെ ആ യഹുദ്ദു എന്നുള്ള വാക്കിലെ എല്ലാ അക്ഷരങ്ങളും പഠിച്ചു കഴിഞ്ഞു. യാ കഴിഞ്ഞു, ഹ കഴിഞ്ഞു, ദാദ് കഴിഞ്ഞു. വലാ യഹുദ്ദു. നമ്മള് പ്രാർത്ഥിക്കാറുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി എന്ന് പറയാറുണ്ട്. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി അല്ലേ? ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉ അലീം. അപ്പോൾ ബിസ്മില്ലാഹില്ലദീ ലാ യദുറു ضاد ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാ വഹുവ സമീഉ അലീം. അപ്പൊ അവിടെ ദു എന്നും അതേപോലെ തന്നെ ദി എന്നും വരുന്നു. യെസ്, അടുത്ത സ്ലൈഡ് നോക്കൂ. ഇത് ദാദ് പറഞ്ഞത് നമ്മൾ ആ പച്ചഭാഗം കാണുന്ന ഹാഫത്ത് അക്സ ഭാഗങ്ങൾ. അക്സ അതിനാന്നുള്ള പേരൊന്നും പഠിച്ചു വെക്കണ്ട. നാവിന്റെ അരുനീളത്തിൽ എന്ന് പറഞ്ഞാൽ മതി ദാദിന്. ഇനി ലാമിനാവുമ്പോ ലാമ് മാറി നോക്കുക. പിക്ചറിൽ നാവിന്റെ ഒരു മഞ്ഞ പാർട്ട് നോക്കുക. ഓക്കെ, ലാമു പിന്നെ എല്ലാവർക്കും അറിയാം. ല ലീ ലു അല്ലേ? ഒന്ന് പറഞ്ഞു നോക്കൂ എല്ലാരും. വെറുതെ ഒന്ന് അവിടെ നിന്ന് ല ലീ ലു. അല്ലേലും ആണേലും അല്ലേലും ഒക്കെ ല ലീ ലു അല്ലേ? ശരി. ലം ഫത്ഹല ഫഅല ലം കസ്റലി ذلك لم ضملوا يفعلوا لم سكون جعلنا لم سكون قلنا. അപ്പൊ الحمد എല്ലാവർക്കും കിട്ടുന്നതാണ്. എല്ലാവർക്കും അല്ല കിട്ടുന്നില്ലേ എന്ന് നോക്കൂ. ഓക്കെ, എല്ലാവർക്കും കിട്ടുന്നുണ്ടാവും. എങ്കിൽ എവിടെ നിന്നാണ് ലാമു വരുന്നതെന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കോളൂ. നിങ്ങൾ അവിടെ ഒരു ജസ്റ്റ് ഒരു പിക്ചർ അവിടെ തന്നെ ഒന്നുകൂടെ തൊട്ട് മുമ്പിലേക്ക് പോവാം. ഇവിടെ 2-3 പിക്ചറുകൾ ഉണ്ട് അല്ലെ? ഒന്ന് നമ്മുടെ ആ ഭാഗം മൊത്തം കാണിക്കുന്നുണ്ട്.
ലാമിന് നാവിന്റെ അറ്റം പിന്നെ എവിടെയാണ് ടച്ച് ചെയ്യുന്നത് എന്നുള്ളത് കാണിക്കുന്നുണ്ട്. മേലെ മുൻപല്ലിന്റെ ആ ഒരു ചേർന്ന ഭാഗം അവിടെ നമ്മൾ നോക്കുക. അപ്പൊ കാണിക്കുന്ന കേസർ വെച്ച ഭാഗം നോക്കൂ. ഫ്രണ്ടിലെ 2 പല്ലുകളാണ്, മുൻപല്ലുകൾ 2, മേലെ മുൻപല്ല് 2ആണ് കാണുന്നത്. പിന്നെ അതിന്റെ അപ്പുറത്ത് 2 ഉളിപ്പല്ലുകൾ കാണുന്നുണ്ട്, ഉളിപ്പല്ലുകൾ. അപ്പൊ മേലെ മുൻപല്ലിനാണ് സനായ അൽ ഉലിയ എന്ന് പറയാ, സനായ എന്ന് പറയാ. സനായ എന്ന് പറഞ്ഞാൽ 2 ഇസ്ന എന്നുള്ള ഓർത്താൽ മതി. സനായ 2 പല്ലുകൾ, മുന്നിലെ 2 പല്ലുകള്. പിന്നെ കാണുന്നത് പിന്നെ ഉളിപ്പല്ലുകളാണ്. ഉളിപ്പല്ല് കഴിഞ്ഞാൽ പിന്നെ കാണുന്ന അവിടെ ആരോമാർക്ക് കൊടുത്തിട്ടുള്ള ആ കേസർ വെച്ച് അത് ദവാഹിക്ക് എന്ന് പറയാം. ദവാഹിക്ക്, ദഹിക്ക എന്ന് പറഞ്ഞാൽ ചിരിച്ചു എന്നാ. ദവാഹിക്ക് എന്ന് പറഞ്ഞാല് ആ ചിരിപ്പല്ലുകൾ എന്നതിന് ഉപയോഗിക്കുന്ന വാക്കാ. അപ്പോ അത്രയും പല്ലുകൾ 2, 4, 6, 8 പല്ലുകൾ അല്ലെ. അപ്പൊ ടോട്ടൽ 8 പല്ലുകൾ. ഈ ചിരിപ്പല്ലുകളുടെ മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള ഭാഗം ആ മഞ്ഞ മാർക്ക് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നേരത്തെ കഴിഞ്ഞതിൽ കണ്ട മഞ്ഞ മാർക്ക് ചെയ്ത ഭാഗമാണത്. ലാമ് പറയാൻ അത്രയും ഭാഗം മതി, അത്രയും ഭാഗമാണ് ഉപയോഗിക്കേണ്ടത്. അത് നമ്മള് ഇസ്മുൽ ജലാല എന്ന അള്ളാഹുവിലെ ലാമാണെങ്കിലും അല്ലെങ്കിലും ഒക്കെ ആ പാർട്ടാണ് നമ്മൾ യൂസ് ചെയ്യുക. നാവ് അവിടെയാണ് കൊണ്ടുപോവുക. മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള മോണ, പല്ലുമലല്ലട്ടാ, പല്ലുമലല്ലേ, മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള മോണയിലാണ്. പല്ലുമ കൊണ്ടുപോയിട്ട് ലാ പറയാനാവൂല. അത് അള്ളാഹു എന്നുള്ള സമയത്ത് പറയുമ്പോ ചില ആൾക്കാർ പല്ലിന് കൊണ്ടുപോയിട്ട് അള്ളാഹു എന്ന് പറയാറുണ്ട്. തെറ്റാണ്. പല്ലുമായിട്ട് യാതൊരു ബന്ധവും അള്ളാഹു എന്ന് പറയുമ്പോൾ വരാൻ പാടില്ല. ഞാൻ അതിലേക്ക് വരാം ഇൻഷാ അല്ലാഹ്. നോക്കൂ, ഇനി നമ്മൾ ഓരോ അവിടെ പിക്ചർ കാണാം. ആ പിക്ചർ കാണുമ്പോ പോവാ, നാവിന്റെ അരുവിന്റെ അറ്റം, അങ്ങനെ എഴുതിക്കോളൂ, അരുവിന്റെ അറ്റം. മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള മോണ, ഊനും എന്നതിന് പകരം മോണ എന്ന് ഉപയോഗിച്ചോളൂ. ഊന് എഴുതട്ടോ, പെട്ടെന്നായിട്ടല്ല, നമ്മൾ എഴുതി തന്നെയാണ് അത്. അപ്പൊ ഊന് ചില ആൾക്കാർക്ക് തിരിയില്ല. ഓക്കെ, നോക്കാം. ഖലഖൽ ഇൻസാന മിൻ അലഖ. ഖലഖ, അലഖ അറിയാം, അതുകൊണ്ട് അവിടെ സമയം നമ്മൾ കുറെ എടുക്കണ്ട. അലം നശ്റഹ് ലക സദ്റക് ثم رددناه أسفل سافلين والليل إذا يغشى. ഇവിടൊക്കെ ലാമുകൾ വന്നു. ഓക്കെ, നെക്സ്റ്റ്. അപ്പൊ ഞാൻ പാരായണം ചെയ്യിക്കുന്നില്ല, എല്ലാവർക്കും അറിയുന്നതുകൊണ്ട്. എന്നാൽ ഈ ലാമ് അഥവാ ഇസ്മുൽ ജലാല എന്ന അല്ലാഹു എന്ന് ഉച്ചരിക്കേണ്ടത് എങ്ങനെ? ഇസ്മുൽ ജലാലയിലെ ലാമ് എങ്ങനെയാണ് ഉച്ചരിക്കുക? ചില സമയത്ത് അത് ആ ഇസ്മുൽ ജലാല ഉച്ചരിക്കുന്ന സമയത്ത് ല എന്ന് ലാമിന്റെ ശബ്ദം ഡയറക്റ്റ് ആയിട്ട് ല തന്നെ കേൾക്കും. എന്നാൽ ചിലപ്പോൾ അത് മുഫഖമയായിട്ട് മാറും. ലാമിന്റെ ശബ്ദം ല എന്ന ശബ്ദത്തിലേക്ക് മാറുന്നതിനാണ് മുഫഖമ ആവുക എന്ന് പറയുന്നത്. നെക്സ്റ്റ് സ്ലൈഡിൽ 3 ആയത്തുകൾ കാണാം. അതിൽ നമുക്ക് കണ്ടെത്താൻ പറ്റും. ഖതമല്ലാഹു ആമന്നാ ബില്ലാഹി ഫസാദഹുമുല്ലാഹു. 3 ആയത്തുകൾ അല്ലെ. ഈ 3ലും അള്ളാഹു എന്ന ഇസ്മുൽ ജലാല വന്നിട്ടുണ്ട്. ഇസ്മുൽ ജലാല എന്ന് പറഞ്ഞാൽ ലാമ് തന്നെയാണ് അതിലുള്ളത്. പക്ഷെ ഒരു സ്ഥലത്ത് മാത്രമേ ലാമിന്റെ ശബ്ദമുള്ളൂ. ഏതായത്തിലാ? ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ്? ഏതിലാണ്? സെക്കൻഡ്. മറ്റതില്ല.
അതെ അതെ. പക്ഷെ ബാക്കി 1ഉം 3ഉം ആയതിലുള്ളത് ലാം തന്നെയാണ്, ലാമിന്റെ ശബ്ദം തന്നെയാണ്. പക്ഷെ ലാമിന്റെ ശബ്ദം ഒന്നിലേ ഉള്ളൂ എന്ന് ഞാൻ പറയാൻ കാരണം നമ്മൾ ഇതുവരെ ലാം എന്ന് പറഞ്ഞാൽ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഇസ്മുൽ ജലാലയിൽ വരുന്ന മുഫഹമായ ശബ്ദവും ലാമ് തന്നെയാണ്. അത് ലാമ് മുഫഹമാവുകയാണ്. അക്ഷരം ഫസ്റ്റ് പഠിച്ച സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു ഇസ്തിലാഇന്റെ 7 അക്ഷരങ്ങള്, പിന്നെ ചില സമയത്ത് അലിഫ്, റാ, ലാമ് മുഫഹമ ആകും എന്ന് ഓർക്കുന്നുണ്ടോ? അതെ. ആ ഓർക്കുന്നുണ്ട് ചിലരൊക്കെ. പഴയ ക്ലാസ് ഒന്ന് എടുത്തു നോക്കിയാൽ മതി. ആ ഉണ്ട്. അത് ലാമ് എപ്പോഴാ ആവുന്നത്? ഇസ്മുൽ ജലാല വേറെ തന്നെ പഠിപ്പിച്ചപ്പോ വിശദമായി പറഞ്ഞാണ്. അതാണ് ഇവിടെയുള്ളത്. മുമ്പിൽ കെസ്റാവുമ്പോ ലാമിന്റെ നമ്മൾ സാധാരണ പറയുന്ന ശബ്ദം തന്നെയാവും. അതായത് മുറക്കത്തയായിട്ട് ഇസ്തിഫാലായിട്ട് തന്നെ ഉണ്ടാവും. എന്നാൽ അത് മുമ്പിൽ ദമ്മോ ഫത്ഹോ ആകുന്ന സമയത്ത് അത് അതെ, വെരി ഗുഡ്. ഇസ്തിലാഇന്റെ പദവിയിലേക്ക് വന്ന് മുഫഹമായി ഹെവി ടോൺ നൽകും. അതിന്റെ ശബ്ദമാണ് എവിടെയാണ് അത് വരേണ്ടത്? ലാമ് എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞ മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള ഭാഗത്ത് നാവിന്റെ അരുവിന്റെ അറ്റം ടച്ച് ചെയ്യുമ്പോൾ തന്നെയാണ്. പക്ഷെ അവിടുന്ന് അത് ഒന്നും കൂടെ കൂടുതൽ ധർമ്മം സ്വീകരിക്കും, കൂടുതൽ പ്രഷർ ചെയ്യും, കുറച്ചും കൂടെ നമ്മൾ മർദ്ദം അവിടെ ഉപയോഗിക്കും. നാവ് നേരെ അതിന്റെ അറ്റം ഇങ്ങനെ, നേരത്തെ അറ്റം ഷാർപ്പായിട്ടായിരുന്നു ലാ അൽ 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 അല്ല അല്ലി അല്ലു എന്നൊക്കെ പറഞ്ഞപ്പോ. പക്ഷെ ഇസ്മുൽ ജലാലയിൽ മുഫഹമായി പറയുമ്പോ അത് ലേശം ഷാർപ്പ് ഒന്ന് മാറി ഒന്നും കൂടെ അങ്ങനെ അൽ 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 അൽ. നോക്കുക, എന്നെ നിങ്ങൾ നോക്കുക, അല്ലേ? അപ്പൊ നമ്മൾ നാവ് ഇങ്ങനെ മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള മോണയിൽ ഇങ്ങനെ ടച്ച് ചെയ്ത് നിൽക്കുകയാണ്. അൽ അൽ അൽ. അവിടുന്ന് തന്നെ എടുക്കാതെ നമുക്ക് ഇസ്മുൽ ജലാല മുഫഹമായി ഉപയോഗിക്കാം. അല്ലാ അല്ലാ. അങ്ങനെ ഞാനിത് പ്രാക്ടീസ് ചെയ്യാൻ അങ്ങനെ മണിക്കണമെന്നോ അതല്ലെങ്കിൽ അങ്ങനെയാണ് പറയേണ്ടതോ ഒന്നും അല്ല. ഇത് അവിടുന്ന് നാവ് എടുത്താൽ പിന്നെ നിങ്ങൾ പഴയ അല്ലാ പറയൂ. അത് പറയാതിരിക്കാനാ, നാവ് എടുക്കാതിരിക്കാൻ ഞാനൊന്ന് ചെറിയൊരു ശ്രമം നടത്തിയേ ഉള്ളൂ. അൽ എന്ന് ടച്ച് ചെയ്യുന്ന അവിടുന്ന് തന്നെ അല്ലാ വരണം. അല്ലാഹു ഖതമല്ലാഹു ഖതമല്ലാഹു മുഫഹമായി വരണം. ഖതമല്ലാഹു. അല്ലാതെ ഖതമല്ലാഹു നാവ് പുറത്തേക്ക് ഇങ്ങനെ കണ്ടോ? നാവ് ഞാൻ തിരിഞ്ഞേക്കാം. അപ്പൊ നാവ് വേണമെങ്കിൽ ഖതമല്ലാ അല്ലാ എന്നല്ല, അല്ലാഹു അല്ല, അല്ലാഹു അല്ല, അല്ലാ അല്ലാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. ختم الله على قلوبهم وعلى سمعهم فزادهم الله مرضا. നാടകള് ഇവിടെ നമ്മൾ നേരത്തെ അറബികൾ പരാതിപ്പെടാറുള്ള ഒരു കാര്യം, അല്ലാഹു എന്നതും ദാദും ഒരേപോലെ ഉച്ചരിക്കുന്ന ആളുകള് ഫസാദഹുമുല്ലാഹു മറദാ എന്ന് പറയും. തെറ്റാണ്. നേരെ മറിച്ച് കറക്റ്റ് ആയിട്ട് എങ്ങനെ വരണം? ഫസാദഹുമുല്ലാഹു മറദാ ഫസാദഹുമുല്ലാഹു മറദാ. രണ്ടും രണ്ട് തന്നെ. ഉല്ലാ താഴെ, ഇവിടെ ലാമിന്റെ സ്ഥലം. ഉല്ലാ അല്ലാ അല്ലാ. മറദാ ദാദ് നാവിന്റെ വശം അണപ്പല്ലുകളോട് ചേർന്ന്. ഫസാദഹുമുല്ലാഹു മറദാ. ഓക്കെ. ബില്ലാഹി. നെക്സ്റ്റ്. ഒരു സംശയം ചോദിക്കട്ടെ. യാ. ഇസ്മുൽ ജലാല് അതിലുള്ള 2 ലാമല്ലേ അത്?
ആ ഉണ്ട്, 2 ലാമുണ്ട്. 2 ലാമ് ചേർത്താണ് അത് എഴുതുന്നത് ഇസ്മുൽ ജലാല ആ എഴുതുമ്പോൾ. ഓക്കെ. നമ്മൾ മുമ്പത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു, അതുകൊണ്ടാണ് ഇപ്പൊ പറയാൻ വിട്ടത്. ഇവിടെ 2 സ്ഥലത്ത് ഇസ്മുൽ ജലാലയിലെ ലാമും മുഫഖമായി വരുന്നുണ്ട്. ബിസ്മി എഴുതിയപ്പോ ഇസ്മുൽ ജലാലയിലെ ലാമും മുറഖത്തായിട്ടാണുള്ളത്. ബിസ്മില്ലാഹി ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ്. അവിടെ 4 ലാമുകളും മുറഖഖാണ്. ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ഓക്കെ, അപ്പൊ നമ്മളൊന്ന് 2 അക്ഷരങ്ങളാണ് പറഞ്ഞത്. ഒന്ന് ദാദ്, 2 ലാമ്. ഇതിന് രണ്ടിനെയും നമ്മൾ നാവിന്റെ ഹാഫത്തുൽ ലിസാനിലേക്കാണ് കൊണ്ടുവന്നത്. എന്നാൽ ചില ക്ലാസ്സുകളിൽ ഹാഫത്തുൽ ലിസാനിൽ നിന്ന് ഒരക്ഷരത്തെ പരിചയപ്പെടുത്തും, ദാദിനെ മാത്രം. അഥവാ നാവിന്റെ അരുനീളം അണപ്പല്ലുകളോട് ചേർന്ന് ദാദ് എന്ന അക്ഷരം. തൊറഫുൽ ലിസാന് പഠിപ്പിക്കുന്ന സമയത്ത് ലാമിനെ പറയും. നാവിന്റെ തൊറഫ് അല്ലെങ്കിൽ നാവിന്റെ അരു അറ്റം മേലെ മുൻപല്ല് മുതൽ ചിരിപ്പല്ല് വരെയുള്ള മോണഭാഗത്ത് അൽ. ഇസ്മുൽ ജലാല പറയുമ്പോൾ അത് മുഫഹമാകുമ്പോ അതൊന്നുകൂടെ പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ഇത്രയും കാര്യം നമ്മൾ പറഞ്ഞു. നോക്കൂ, നമ്മളിപ്പോ അക്ഷരങ്ങൾ 2 അക്ഷരങ്ങൾ കൂടെ റൗണ്ട് ചെയ്തു കേട്ടോ. നേരത്തെ ഉള്ളതിന് പുറമെ 2 അക്ഷരങ്ങൾ കൂടെ റൗണ്ട് ചെയ്തു. ഖാഫും കാഫും കഴിഞ്ഞ് ജീം ഷീൻ യാ ഒക്കെ കഴിഞ്ഞ് ദാദ് ആൻഡ് ലാം. ഇനി നമുക്ക് ബാക്കി അക്ഷരങ്ങൾ എത്രയുള്ളത് നോക്കണം. അവയും കൂടെ നമുക്ക് അടുത്ത ഒരു ക്ലാസ്സിലായിട്ട് പഠിക്കാൻ ഇൻഷാല്ലാഹ്. അപ്പൊ ഇനി നിങ്ങൾ അള്ളാന്ന് പറയരുത്, അള്ളാ എന്നല്ല പറയേണ്ടത്, അള്ളാ വേണം. അള്ളാ അള്ളാ നാവ് പുറത്തു വരാനേ പാടില്ല. പല്ലുമായിട്ട് ബന്ധം തന്നെയല്ല, മോണയായിട്ടാണ് ബന്ധം. അള്ളാ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അങ്ങനെയാണോ? ഇൻഷാ അല്ലാഹ് അള്ളാഹു ഖൈറാക്കട്ടെ. ദുആ ചെയ്യും. ശബ്ദം അടഞ്ഞു, അപ്പം അത് തൊണ്ട കൊണ്ട് ക്ലിയർ ആയി വരുന്നേ ഉള്ളൂ. എന്ന അക്ഷരം അറബിയിൽ മാത്രമേ ഉള്ളൂ. അറബി ഭാഷയുടെ പേര് തന്നെ അൽ ലുഗത്തുൽ അറബിയ്യ തുസമ്മ ബിസ്മിൻ ആഖർ ഹിയ ലുഗത്തുൽ ദാദ്. അറബി ഭാഷ മറ്റു പല പേരുകളിലും അറിയപ്പെടുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു പേരാണ് ലുഗത്തുൽ ദാദ്. ദാദിന്റെ അക്ഷരം. ഇതിനെ കുറിച്ച് പറയുന്നത് എന്താന്ന് വെച്ചാൽ, അറബികൾക്ക് അഥവാ അറബികൾ അനറബികൾ എന്ന വ്യത്യാസമില്ലാതെ പലരും പറയാൻ പ്രയാസപ്പെടാറുള്ള ഒരക്ഷരമാണ് ഇത്. ഞാൻ ആദ്യം പറഞ്ഞിരുന്ന നിങ്ങൾക്ക് സങ്കടം ഉണ്ടാവില്ലായിരുന്നു. അപ്പൊ എനിക്ക് എന്താ അതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് പെട്ടെന്ന് കിട്ടാത്തതെന്ന് ആശങ്കപ്പെടേണ്ട. സാവകാശം പഠിച്ചെടുക്കാനാവുന്ന ഒരക്ഷരമാണ്, എന്നാൽ ലളിതമാണ്. ഇത് നന്നായി ഉച്ചരിക്കാൻ കഴിഞ്ഞാൽ പിന്നെ ദുനിയാവിലെ ഏത് അക്ഷരവും നമുക്ക് പറയാൻ കഴിയണം. ലുഗത്തുൽ അറബിയ്യ തുസമ്മ ബിസ്മിൻ ആഖർ ഹിയ ലുഗത്തുൽ ദാദ് വല്ലുഗത്തു ബിൻത് അദ്നാൻ. ബിൻത് അദ്നാൻ എന്നും അറബി ഭാഷ അറിയപ്പെടുന്നുണ്ട്. പഠിച്ചോളെ, ആരെ ചോദിച്ചാ പറയാ ബിൻതു അദ്നാൻ എന്നും അതേപോലെ ലുഗത്തുൽ ദാദ് എന്നും അറിയപ്പെടുന്നു. ബിന്തു അദ്നാൻ, അദ്നാന്റെ മകൾ എന്താണ് അർത്ഥം? അതെ അതെ അതെ, അദ്നാന്റെ കുട്ടി എന്നൊരു പേര് അറബി ഭാഷയ്ക്കുണ്ട്. അത് അത്രയും ഓർത്തിച്ചാൽ ബാക്കി നിങ്ങൾ പഠിക്കുന്നത്. ഇപ്രാവശ്യം 9ാം ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്കിൽ അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ചത് ഏറ്റവും ഡിഫിക്കൽട്ട് ലെറ്റർ ആണ്. ഏറ്റവും ഡിഫിക്കൽട്ട് ലെറ്റർ ആണ്, വ്യത്യസ്തമായ അക്ഷരമാണ്. അതോടുകൂടെ നമ്മളെ ഡിഫിക്കൽട്ട് ആയിട്ട് പോകും. ഇൻഷാ അല്ലാഹ്.
ഇൻഷാ അല്ലാഹ്. ഇൻഷാ അല്ലാഹ് ഏഹ് അല്ലാഹ് അല്ലാഹ് നാവ് പല്ലിനോട് എത്താവുന്നുണ്ടാ. ഇൻഷാ അല്ലാഹ്. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അതൊന്നും കുഴപ്പമില്ല. അല്ലാതൊന്നും നിൽക്കുക വേണ്ടേ, അതാണ് വലിയ ടാസ്ക്. അത് അള്ളാന്ന് പറയണ ഇൻഷാ അള്ളാന്ന് പറഞ്ഞ അല്ലാ അല്ല ദ്വാദ് എന്ന് ആദ്യം പഠിച്ചേക്കാം. അപ്പൊ അതല്ലാത്ത ഒരു അക്ഷരത്തിന് നമ്മൾ ഉണ്ടാക്കും. അപ്പൊ അത് ദ്വാദിലങ്ങ് എത്തൂട്ടാ. ഇൻഷാ അല്ലാഹ്. ആയിക്കോട്ടെ, വീണ്ടും കാണാം. പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ എല്ലാവരുടെയും പ്രയാസങ്ങളെ, രോഗങ്ങളെ ഒക്കെ ശിഫ നൽകി അനുഗ്രഹിക്കട്ടെ. നമ്മൾ ഉദ്ദേശിച്ച നമ്മളുടെ മനസ്സിലുള്ള വാദങ്ങൾ അതൊക്കെ ശരിയാണെങ്കിൽ, നല്ലതാണെങ്കിൽ, ആവശ്യമുള്ളതാണെങ്കിൽ അല്ലാഹു അത് എളുപ്പമാക്കി നമ്മെ എല്ലാവരെയും തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കട്ടെ. അള്ളാഹു എളുപ്പമാക്കിയതല്ലാതെ എളുപ്പം മറ്റൊന്നുമില്ല. അതുകൊണ്ട് എപ്പോഴും അല്ലാഹുമ്മ ലാ സഹ്ല ഇല്ലാ മാ ജഅൽതഹു സഹ്ല എന്ന പ്രാർത്ഥന ഒക്കെ ആവശ്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മളൊക്കെ ഈമാനോടുകൂടെ ജീവിച്ച് മരിച്ചു പോകാൻ കഴിയുന്ന വിജയികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. നമ്മുടെയൊക്കെ ജോലി സംബന്ധമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. സാമ്പത്തികമായി കടബാധ്യതകളും പ്രയാസങ്ങളും അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. പ്രായാധിക്യം കൊണ്ട് ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകളുണ്ട്. മാനസികമായ വിഷമങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും കശ്ഫ് നൽകി, കുറവി നൽകി, അവന്റെ രക്ഷയും നൽകി, മനസ്സിന് കരുത്തും ഉറച്ച ഈമാനും നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. سبحانك اللهم ربنا وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك. صلى الله وسلم على نبينا محمد واله وصحبه اجمعين. السلام عليكم ورحمه الله وبركاته. عليكم السلام ورحمة الله وبركاته.